പയ്യാനക്കൊട്ടുമ്മൽ രവീന്ദ്രൻ എന്നിവരുടെ മകനായ അർജുൻ PK എന്ന ഞാൻ ദേവി വന്ദന G എന്നവരെ എന്റെ നിയമാനുസൃത ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ ആദ്യം വയ്യാന്ന് പറഞ്ഞു. ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്നൊക്കെ വാങ്ങിക്കൊടുത്തു. എന്നിട്ട് അവന് വയ്യാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പാവം തോന്നി. ഓക്കെ, ഞാൻ ബാഗൊക്കെ മെഡിക്കൽ വെച്ചിട്ട് കിടന്നു പറഞ്ഞു. വയ്യാത്ത ആളല്ലേ. അപ്പൊ എന്താ ചെയ്ത അർജുൻ? ഞാനിങ്ങനെ ദേവിന്റെ മെഡിക്കൽ ഇങ്ങനെ കിടന്നു. ഒരു കുറച്ചിട്ട് ദേവിയുടെ മോന്തെങ്കിലും നോക്കി. എന്നിട്ട് ഞാനിങ്ങനെ ദേവിന്റെ അടുത്ത് ചോദിച്ചു, can I have this space for the rest of my life? മകളായ ദേവി വന്ദന G എന്ന ഞാൻ പയ്യാനക്കൊട്ടുമ്മൽ രവീന്ദ്രൻ എന്നവരുടെ മകനായ അർജുൻ PK എന്നവരെ എന്റെ നിയമാനുസൃത ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു. ഞാനിങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ HCയുടെ ലേഡീസ് ഹോസ്റ്റൽ കഴിഞ്ഞിട്ട് ഒരു 200 മീറ്റർ കഴിഞ്ഞ ഒരു യൂട്ടേൺ ഉണ്ട്. അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ എത്തിയിട്ട് ഞാൻ ദേവിയുടെ അടുത്ത് ഹോസ്റ്റലിലോട്ട് ലെഫ്റ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് ദേവി ചോദിച്ചു, നമുക്കൊരു റൗണ്ടിലൂടെ പോയാലോ ചോദിച്ചു. അങ്ങനെ റൗണ്ടിലൂടെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ അവിടെ ഇങ്ങനെ യൂട്ടേൺ എടുക്കുകയാണ്. കുറച്ച് മുന്നോട്ട് പോയിട്ട് യൂട്ടേൺ എടുക്കുകയാണ്. അപ്പോൾ യൂട്ടേൺ എടുക്കുന്ന സമയത്ത് ദേവി പിറകെ തന്നെ ഹഗ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ബേസിക്കലി ഐ ലവ് യു. അപ്പോൾ ഞാൻ ദേവിയുടെ അടുത്ത് പറഞ്ഞു, താങ്ക് യു. What would I have done in life if I hadn't met you? But I'll rather say it's better that I have you in my life. I love you. മിഴിനീര് കടലിൻ്റെ തിര തന്നിലുലയാതെ ദുനിയാവിനറ്റത്തു പോകാം. മിഴിനീര് കടലിൻ്റെ തിര തന്നിലുലയാതെ ദുനിയാവിനറ്റത്തു പോകാം. ഒരു പായവഞ്ചി though the promise is not forever, I swear that I'll strive every day to give you reasons to stay. പുതുകരകൾ തേടാം, പുലരൊളികൾ കാണാം, പ്രേമിച്ചു പ്രേമിച്ചു ജീവിച്ചിരിക്കാം. അതാണ് ടീച്ചർ. അല്ലാതെ പറഞ്ഞു കൊടുക്കുന്നതല്ല, ബുക്കിലുള്ളത് വായിച്ച് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ല ടീച്ചർ എന്ന് പറയുന്നത്. ഞങ്ങൾക്കൊക്കെ എത്രത്തോളം അത് പറ്റിയിട്ടുണ്ടെന്ന് ഇന്നും സംശയമാണ്. അവൾ അവിടെ ഫെസിലിറ്റേറ്റർ ആയിരുന്നു, മെന്റർ ആയിരുന്നു, എല്ലാ കുട്ടികളുടെയും ചേച്ചിയായിരുന്നു. ഇവന്റെ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഇവൻ ദേവി എന്നെല്ലാവരും പറയും. എൻ്റെ ദേവി എൻ്റെ ദീപലിനെ എപ്പോഴും പറയുന്നു. അതാണ് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം. പിന്നെ എപ്പോഴും എടാ ഞാനും എൻ്റെ ദേവി ആ ഒരു കണക്ഷൻ എന്തായാലും നൈസാണ്. പുതുമഴയിൽ നനയാം, പുതുകനവുകൾ മെനയാം, പ്രേമിച്ചു പ്രേമിച്ചു ജീവിച്ചിരിക്കാം. പുതുകരകൾ തേടാം, പുലരൊളികൾ കാണാം, പ്രേമിച്ചു പ്രേമിച്ചു ജീവിച്ചിരിക്കാം. എന്റെ പ്രശ്നം പറയണ ഇവിടെ റോസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഒരുപാട് പോയിന്റ് ഉണ്ട്. എനിക്ക് ആവശ്യം വരുന്ന സമയത്ത് കിട്ടൂല. You feel like if you say those things, he'll flip also, right? Sometimes. You have the risk. Welcome to marriage.